ഹലോ, അപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് ലോസായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യണ രീതി അല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ആ ലോസ് സ്കാൽപ്പ് ചെയ്ത് ഒരു 40 രൂപ പ്രോഫിറ്റ് ആക്കിയിട്ട്, ലോസ് തന്നെയാണത്, ആക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് അടിക്കും. പിന്നെ അപ്പോഴേക്കും ഒരു ടൈമായി 11 മണിയൊക്കെ കഴിഞ്ഞ്. അത് ഷെയർ അത്ര നല്ല ഷെയർ ആയിരുന്നില്ല. നമ്മുടെ എടുത്ത മൂവിങ് കറക്റ്റായിരുന്നു. താഴത്തേക്ക് തന്നെ വരുള്ളൂ പറഞ്ഞത്. അത് അറേഞ്ച് ചെയ്തു. നമ്മൾ എക്സിറ്റ് അടിച്ച് മാറിക്കഴിഞ്ഞപ്പോൾ സാധനം താഴത്തെത്തി. അപ്പോൾ അതുവരെയും അത്ര നല്ലതാണ്. ഷെയർ മാറ്റിയതാണ് പണിയായി പോയത്. പക്ഷേ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ സാധനം വന്ന് നമ്മൾ അതിന് മുമ്പ് തന്നെ എക്സിറ്റ് അടിക്കും. പിന്നെ നമുക്ക് ടൈം കിട്ടിയില്ലെങ്കിൽ പണിയായി പോകും. അപ്പോൾ അങ്ങനെ ഇതാണ് MCX 20 ക്വാണ്ടിറ്റി. ഒരു 50 പോയിന്റ് കിട്ടിയാൽ നമ്മൾ അപ്പോൾ സെല് ചെയ്ത് മാറി തന്നെ. കാര്യം നമുക്കത് ഷെയർ പിടിച്ചപ്പോൾ തന്നെ മനസ്സിലായി ടൈറ്റാനിക്കിലാണ് കാലെടുത്ത് വെച്ചേക്കുന്നത്. പക്ഷെ ആൾ 50 പോയിന്റ് എത്തിയില്ല. അതാരില്ല, നമുക്ക് ഇനിയിപ്പോൾ 3 ദിവസം ഏതായാലും പ്രോഫിറ്റ് എടുത്തേന്. ഇപ്പോൾ ഇത് ഇങ്ങനെ പോട്ടെ, നാളെ എടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഏതായാലും ലോസിലേക്ക് ഒരുപാട് പോയില്ല. 400 ലോസ് വന്ന് അതിൻ്റെ അടുത്ത് കാണിക്കില്ല. ഞാനത് ലോസ് മാറ്റാൻ വേണ്ടി റെക്കോർഡിംഗ് ഒന്നും അത്ര മാനസികമായിട്ട് നടക്കില്ല. ഇപ്പോൾ രണ്ട് ട്രേഡ് എടുത്തുള്ളൂ. ഒന്ന് ലോസ് വന്ന്, ഒന്ന് ലോസിനെ നികത്തി. നമ്മുടെ മറ്റേ പഴയ സ്റ്റൈലാണെങ്കിൽ നമുക്കിത് പ്രോഫിറ്റ് ആക്കിയിട്ടേ നമ്മൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് മറ്റേ ട്രേഡിങ്ങിൻ്റെ രീതിയിൽ പൈസ ഒരുപാട് കാണാം. ഇതെന്ന് വെച്ചാൽ പൈസ വേണ്ട, പക്ഷേ ലോസ് വന്നാൽ ലോസ് എന്ന് പറഞ്ഞാൽ ശരിക്കും വരും. പ്രോഫിറ്റ് ആണെങ്കിൽ അധികം പ്രോഫിറ്റും വരും. കാര്യം നമ്മൾ ഉള്ള പൈസക്ക് മൊത്തം ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് ചെയ്യണത്. രണ്ടാമത് ചെയ്യുമ്പോൾ പണിയാവും. അപ്പോൾ ലോസിനെ നികത്തി നമ്മൾ ഇവിടുന്ന് സ്കൂട്ടാകുക എന്നാണ് നമ്മുടെ ഒരു രീതി. എന്താ 300-400 വരെയൊക്കെ വന്നു. വരെ 50 പോയിന്റ് ആണെങ്കിൽ ഒരു 1000 മറ്റേ വന്നാലേ നമുക്ക് എക്സിറ്റ് അടിച്ച് മാറാറുണ്ട്. പക്ഷെ അത് വന്ന് നമ്മൾ എക്സിറ്റ് അടിച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കളിച്ച് കുറേ നേരം കളിച്ച് ലാസ്റ്റ് അത് ഓക്കെ. ഇത് ലാസ്റ്റത്തെ മൂന്നാമത്തെ ഓർഡർ. ഇത് നമ്മൾ പ്രോഫിറ്റ് മറ്റേ ലോസിനെ മാറ്റിയതാണ്. ലോസ് മാറ്റി നമ്മളൊരു 10-40 പ്രോഫിറ്റ് ആക്കി. പിന്നെ അപ്പോഴേക്കും എക്സിറ്റ് അടിച്ച് മാറി. 2 ട്രയൽ എടുത്ത് 4 ഓർഡറായി. അപ്പോൾ കുഴപ്പമില്ല. നമുക്കിത് രാവിലെ കിട്ടണം. ഇതിപ്പം 10-11 മണി കഴിഞ്ഞ്. അപ്പോൾ അത്രയും ടൈമിൽ പിന്നെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല. പഴയ സ്റ്റൈലാണെങ്കിൽ കുഴപ്പമില്ല. ഇതിൽ കൊണ്ടും കൊടുത്തും നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഇന്നലെ കുറച്ച് പേര് മറ്റേ നമ്മുടെ ഇതൊക്കെ ചോദിച്ചായിരുന്നു, സ്റ്റോക്ക് എങ്ങനെ സെലക്ട് ചെയ്യുന്നത്. സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അത് വേണമെങ്കിൽ ചെയ്യാം. ടാറ്റ മോട്ടേഴ്സൊക്കെ എടുത്തതെന്ന് പറഞ്ഞത്. അപ്പോൾ ആ റേഞ്ചിലുള്ള ഒരു 7 സ്റ്റോക്ക് എടുത്ത് വാച്ച് ലിസ്റ്റിൽ ഇടുക. എന്നിട്ട് അതിൽ സ്ഥിരമായിട്ട് വാച്ച് ചെയ്താൽ മതി. അപ്പോഴേക്കും നമുക്ക് ഏകദേശം കിട്ടും. ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ളത്. ഇപ്പം 500 ആണെങ്കിൽ 500 ആ റേഞ്ചിലുള്ളത്, 1000 ആണെങ്കിൽ 2000 ഇടയിലുള്ളൊരു സ്റ്റോക്ക്. ഇപ്പോൾ ഞാനെടുക്കുന്നതെന്ന് വെച്ചാൽ 4500 അല്ലെങ്കിൽ 5000 തൊട്ട് 7000 വരെയുള്ള സ്റ്റോക്കാണ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു റേഞ്ച് ഇങ്ങനെ നോക്കിയെടുത്താൽ മതി. അതിൽ ഒരു 7 നല്ലത് നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പ്രൈസ് റേഞ്ച് കൊടുത്തിട്ടുണ്ട് നല്ല കാര്യം. എപ്പോഴും ടാറ്റ മോട്ടോഴ്സിൽ നമുക്ക് ആ ഒരു മൂവിങ് ഉണ്ടാവില്ല. ആ പ്രൈസ് റേഞ്ചിലുള്ള വേറെ ഏതെങ്കിലും സ്റ്റോക്കിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 7 ആ ഒരു പ്രൈസ് റേഞ്ചിൽ 7-8 ഇത്ര മതി. അത് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല മൂവിങ് ഉള്ളത്. എന്നിട്ട് അതിലെടുക്കുക. എപ്പോഴും ശരിയാവണമെന്നില്ല കേട്ടോ. എനിക്കിപ്പോൾ ഇന്ന് പണി കിട്ടിയെന്നില്ല. ബാക്കി മറ്റേ 2 നമ്മൾ സ്ഥിരം എടുക്കുന്ന ആൾക്കാർ നല്ല മൂവിങ് ആയിരുന്നു. ഇത് എക്സിറ്റ് അടിച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനിപ്പോൾ ചാനലൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ചാനലൊക്കെ വലുതാക്കാനായിട്ട് ഞാൻ അതൊക്കെ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അത് ഫ്രീ ആയിട്ട് തന്നെ പറഞ്ഞേക്കാം. അതിനൊന്നും വേറെ വിഷയമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.